ഹലോ മൈ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് തൊടുപുഴ സമ്മർ ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ എത്തിയത്. ഇവിടേക്ക് വരണമെന്ന് വിചാരിച്ച് വന്നതല്ല, തൊടുപുഴ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിയതാണ് കേട്ടോ. കാരണം ഇത് തുടങ്ങിയിട്ട് ഒരു മാസമായെന്ന് ഞങ്ങൾ കേട്ടായിരുന്നു. അപ്പോഴേ തീരുമാനിച്ചിരുന്നു ഇവിടെ ഒന്ന് വരണമെന്ന്. അപ്പോൾ തൊടുപുഴയ്ക്ക് ഇന്ന് ഇറങ്ങിയപ്പോൾ ഓക്കെ ഇവിടെയും കൂടെ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറിയതാണേ. പെർ ഹെഡ് 100 രൂപയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് കയറിയിട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്തോട്ടൊക്കെ കയറുമ്പോൾ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേ ക്യാരക്ടേഴ്സിനെയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആനിമൽസിൻ്റെ ക്യാരക്ടേഴ്സായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അകത്ത് കുറച്ച് ഹൊറർ സെറ്റപ്പ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആന, ചിമ്പാൻസി, കുരങ്ങ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അകത്തോട്ട് പോയിട്ട് നമ്മൾ ഫസ്റ്റ് ചെല്ലുന്ന ഈ ഒരു മത്സ്യകന്യക മെർമെയ്ഡ് സംഭവത്തിൻ്റെ അടുത്തേക്കായിരുന്നു. ഇവർ ജീവനുള്ള മനുഷ്യന്മാരാണ് കേട്ടോ. ഇവർ സത്യത്തിൽ നമുക്കിത് കണ്ടു നിൽക്കാൻ നല്ല എൻജോയ്മെൻ്റ് ആണെങ്കിലും പക്ഷേ ഇവർ ഇതിനകത്ത് കിടന്ന് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടെന്നാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. കാരണം കുറേ ലോങ് അവേഴ്സായിട്ട് ഇവർ ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവരുടെ സ്കിന്നിൽ നിന്ന് നമുക്ക് അടുത്ത് കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. എന്നാലും പിള്ളേരൊക്കെ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 മത്സ്യകന്യകമാരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് പോയിട്ട് ശ്വാസം എടുക്കാനായിട്ടായിരിക്കണം, ബ്രീത്ത് എടുക്കാനായിരിക്കണം പോകുന്നത്. പോയി കുറച്ച് നേരം കഴിയുമ്പോഴാണ് കേട്ടോ താഴേക്കൊക്കെ വരുന്നത്. നമ്മൾ പിന്നെ അത് കുറച്ച് നേരം എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് അകത്തോട്ട് പോകുമ്പോൾ നിറയെ സ്റ്റോർസാണ് കേട്ടോ. 2 സൈഡിലും നിറയെ കടകളുണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാ എനിക്ക് ഈ വളയൊക്കെ ഒരു കൗതുകമാണ്, കാണുമ്പോൾ പോയി വാങ്ങിക്കണം തോന്നും. അതുകൊണ്ട് ഞാൻ അതൊക്കെ പോയിരുന്നു തപ്പിപ്പെറുക്കിയേ. പിന്നെ കുപ്പിവള എവിടെ കണ്ടാലും എനിക്ക് വേണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അതും പോയിട്ട് കുറച്ച് നേരം നോക്കി കയ്യിലൊക്കെ ഇട്ട് നോക്കുകയൊക്കെ ചെയ്തേ. പക്ഷേ വേറൊരു വളയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഇത് 1 മന്തൊക്കെ ആയിട്ടോ ഈ സംഭവം ഇവിടെ തുടങ്ങിയിട്ട്. സമ്മർ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു പേരിൽ ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചൊക്കെ ഡാമേജൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അകലെ നിന്ന് കാണാൻ നല്ല രസമാണ്, അടുത്തേക്ക് ചെല്ലുമ്പോൾ കുറച്ച് ഡാമേജൊക്കെ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് നന്നായിട്ട് നനയും. കാരണം നല്ല ഫോഴ്സിലാണ് കേട്ടോ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. ഈ സംഭവം ഫസ്റ്റായിട്ട് ഞാൻ കാണുന്നത് ഇൻസ്റ്റയിൽ ഒരാൾ റീൽ ചെയ്തേക്കുന്നത് കണ്ടിട്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ കണ്ടെത്തിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അകത്തോട്ട് കയറി വരുമ്പം ഇങ്ങനെ ആകാശൂഞ്ഞാലൊക്കെ കാണാം. സൈഡിലായിട്ട് കുറേ ഐസ്ക്രീംസിൻ്റെയും പോപ്കോൺസിൻ്റെയൊക്കെ സ്റ്റോറുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആകാശൂഞ്ഞാലിൽ കയറിയില്ല, കാരണം എനിക്ക് അതിനകത്ത് കയറാൻ പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കയറിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ഇതൊക്കെ നമ്മൾ നോക്കി നിന്നു. പക്ഷെ നമ്മൾ ഈ ഒരു സാധനത്തെ കയറി. ഇത് നമ്മളെ വഞ്ചി പോലെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടത്തില്ല, ആ ഒരു സാധനമായിരുന്നേ. എനിവേ അതിനകത്ത് കയറിയിട്ട് തന്നെ ഞാൻ വലിയ സീനായിരുന്നു. ഈ സാധനമായിരുന്നു കേട്ടോ അത്. അതിനകത്ത് കയറി. പിന്നെ ഈ ഒരു റൈഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇതിനകത്തൊന്നും കയറിയില്ല, കാരണം ലേറ്റർ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വോമിറ്റിംഗ് സെൻസേഷനൊക്കെ വരും. അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് അതൊക്കെ ഒഴിവാക്കി കേട്ടോ. പിന്നെ ഈ ചാന വെടി വെക്കണം എന്ന് പറഞ്ഞിട്ട് തോക്കൊക്കെ എടുത്ത് ഈ ബലൂൺ പൊട്ടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇച്ചായൻ പൊട്ടിച്ചില്ലെങ്കിലും ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തതും ഇല്ല ഇച്ചായൻ. എനിവേ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറെ അതിൽ കുറച്ച് നേരം എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കി നടന്ന് നമ്മൾ എത്തിയത് ഓൾമോസ്റ്റ് ഒരു 8:30-8:45 ആയപ്പോഴാണ്. പിന്നെ ഒരു 10 മണി വരെ നമ്മൾ അതിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഇത് ക്ലോസ് ആക്കുന്നത് 10 മണിക്കായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 9:45 വരെ നമ്മൾ അതിലേക്കൂടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എൻജോയ് ചെയ്യാൻ ഒരുപാട് ആളുകളും തിരക്കുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്, പിന്നെ കാണാം.